ഇപ്പോൾ ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത, ഷാർജയിലെ വിപഞ്ചികയുടെ മരണം, അതുമായി ബന്ധപ്പെട്ട് അമ്മയുടെയും കുഞ്ഞിന്റെയും മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുതിയ വാർത്തകൾ വരുന്നു. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരും എന്ന അപ്ഡേറ്റ് പുറത്തു വരുന്നു. മകൾ വൈഭവിയുടെ മൃതദേഹം ദുബായിൽ സംസ്കരിക്കാൻ തീരുമാനവുമായിട്ടുണ്ട്. ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ നടന്ന ചർച്ചിലാണ് തീരുമാനം ആയിട്ടുള്ളത്. അരുൺ പാറാട്ട് വിവരങ്ങളുമായി ദുബായിൽ നിന്ന് ചേരുന്നു. അരുൺ, വിവരങ്ങൾ എന്താണ്? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നടന്ന വലിയ അനിശ്ചിതത്തിലാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. ഈ വിഷയത്തിൽ വിപഞ്ചികയുടെയും മകളുടെയും മൃതദേഹം ഇവിടെ തന്നെ സംസ്കരിക്കണമെന്നായിരുന്നു വിപഞ്ചികയുടെ മാതാവും ബന്ധുക്കളും ഉൾപ്പെടെ ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ പിതാവ് ഇതിന് സമ്മതിക്കാത്ത ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതായിരുന്നു ഈ ഒരു സ്ഥിതി സങ്കീർണമാക്കിയത്. കുഞ്ഞിന്റെ മൃതദേഹം ഇവിടെ തന്നെ സംസ്കരിക്കണമെന്ന വാദത്തിൽ പിതാവ് ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതേ തുടർന്നാണ് കോൺസുലേറ്റ് വിഷയത്തിൽ ഇടപെട്ടത്. ഇന്ന് ഉച്ച മുതൽ കോൺസുലേറ്റിൽ വിപഞ്ചികയുടെ മാതാവും അതോടൊപ്പം തന്നെ സഹോദരനും ഭർത്താവ് നിതീഷിന്റെ ബന്ധുക്കളുമായി കോൺസുലേറ്റ് ചർച്ച നടത്തുകയും ഇതേ തുടർന്നാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. ഈ ഒരു ചർച്ചയിലും ഈ ഭർത്താവും ബന്ധുക്കളും കുഞ്ഞിന്റെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ളൊരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. തുടർന്ന് വിപഞ്ചികയുടെ കുടുംബം ഈ ഒരു വിഷയത്തിൽ സമ്മതം അറിയിക്കുകയും വിപഞ്ചികയുടെ മൃതദേഹം നാട്ടിൽ കൊണ്ടുപോകാനുള്ള സമ്മതം അറിയിക്കുകയും കുഞ്ഞിന്റെ മൃതദേഹം ഇവിടെ തന്നെ സംസ്കരിക്കാനുള്ള സമ്മതം നൽകുകയുമായിരുന്നു. ഈ വിഷയത്തിൽ ഇപ്പോൾ എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ്. വിപഞ്ചികയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നാളെയോ മറ്റന്നാളോ വിപഞ്ചികയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. കുഞ്ഞിന്റെ സംസ്കാരം നാളെ തന്നെ നടക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അരുൺ, ഈ വിഷയത്തിൽ നേരത്തെ തന്നെ ഇപ്പോൾ ഇന്ന് രാവിലെയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇടപെട്ടത്. അതിലൊരു തീരുമാനമെടുക്കാൻ അങ്ങനെ പെട്ടെന്ന് ശ്രമിക്കരുത് എന്നൊക്കെയുള്ള അപേക്ഷ ഇവിടുന്ന് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇല്ല, അത് പിന്നീട് ട്രൈബ്യൂണലിൽ കൂടി മാത്രമേ തീരുമാനം എടുക്കുകയുള്ളൂ എന്നൊക്കെയുള്ള വിവരങ്ങളാണ് അവിടെ നിന്ന് ലഭിച്ചത്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ സംസ്കാരം നടത്താം എന്നൊരു തീരുമാനത്തിലേക്ക് എന്തുകൊണ്ട് എത്തി? അതുകൊണ്ട് മാത്രമല്ല, ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. ഭർത്താവിനോട് ചോദിക്കും ഈ വിഷയത്തിൽ എന്താണ് നിലപാട് എന്നുള്ളതൊക്കെയുള്ള വിവരങ്ങൾ. പക്ഷേ അപ്പോഴാണ് ഈ തീരുമാനം ഇങ്ങനെ വരുന്നത്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടായിരുന്നു. എന്തായാലും കുഞ്ഞിന്റെ മൃതദേഹം സംബന്ധിച്ച് പൂർണ്ണ അധികാരം രക്ഷിതാവിനാണ് എന്നുള്ളതാണ് നിയമപരമായിട്ടുള്ള ഇതിലുള്ള തടസ്സം. അത് ആ ഒരു വാദമാണ് ഭർത്താവിന്റെ കുടുംബം മുന്നോട്ട് വെച്ചത്. അതിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുകയുമായിരുന്നു. അതാണ് ഈ ഒരു വിഷയത്തിൽ പ്രധാന തടസ്സമായി നിന്നതും. ആ ഒരു വാദം ഇപ്പോൾ വിപഞ്ചികയുടെ വീട്ടുകാരും അംഗീകരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ന് ഉച്ച മുതൽ നടന്ന ചർച്ചയുടെ വിശദാംശങ്ങൾ എന്താണെന്ന് നമുക്ക് ലഭ്യമായിട്ടില്ല. ചർച്ചയിൽ തീരുമാനം ഇതാണ് എന്ന് മാത്രമാണ് അവർ അറിഞ്ഞിട്ടുള്ളത്. എന്തായാലും രാത്രിയോട് കൂടി വിപഞ്ചികയുടെ അമ്മയോട് നമുക്ക് സംസാരിക്കാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ എല്ലാവരും കോൺസുലേറ്റ് തന്നെയാണ് നിലവിലുള്ളത്. ഇനിയിപ്പോൾ ഷാർജയിലേക്ക് അവർ വരേണ്ടതുണ്ട്. ഇതിനുശേഷം അവരുമായി നമുക്ക് നേരിട്ട് സംസാരിക്കാൻ സാധിക്കുമെന്നും ഈ വിഷയത്തിൽ ഒരു വ്യക്തത വരുമെന്നും നമുക്ക് കരുതാം. എന്തായാലും ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർ ഇതിന് സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നാളെയോടുകൂടി തന്നെ വിപഞ്ചികയുടെ മകളുടെ സംസ്കാരം ഇവിടെ നടക്കും. ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുണ്ടെങ്കിൽ വിപഞ്ചികയുടെ മൃതദേഹം നാളെ മറ്റന്നാളോ എംബാമിങ്ങിന് ശേഷം നടപടികൾ പൂർത്തീകരിച്ച് നാട്ടിലേക്ക് കൊണ്ടുപോകാനാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, വിപഞ്ചികയുടെ മാതാവും സഹോദരനും ഇന്നിപ്പോൾ ഷാർജ പോലീസിൽ ഗാർഹിക പീഡനത്തിന് ഭർത്താവിനെതിരെ പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ വിഷയത്തിൽ ഇനിയിപ്പോൾ ഇവിടെ അന്വേഷണം പുരോഗമിക്കും. നിയമ നടപടികളും ചിലപ്പോൾ ഭർത്താവ് നേരിടേണ്ടി വന്നേക്കും. ശരി, അരുൺ പാറാട്ടാണ് ദുബായിൽ വിശദാംശങ്ങൾ നൽകിയത്. വിപഞ്ചികയുടെ മൃതദേഹം നാളെയോടുകൂടി നാട്ടിലേക്ക് എത്തിക്കും. പക്ഷേ മകളുടെ സംസ്കാരം ഷാർജയിലായിരിക്കും ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്.